എല്ലാവർക്കും മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം 2-3 ദിവസം മുന്നേ കംബാക്ക് എന്ന് പറഞ്ഞ് വന്ന ഞാൻ പിന്നെ വരുന്നത് ഇന്നാണ്. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് സ്കൈ ബ്ലോക്ക് സീരീസുമായിട്ടാണ്. ഇപ്പം ഞാൻ സ്കൈ ബ്ലോക്ക് വേൾഡിനാണുള്ളത്. നിങ്ങൾക്കും എൻ്റെ കൂടെ കളിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് കൊടുത്തേക്കാം. അപ്പം നമുക്ക് നേരെ പരിപാടി തുടങ്ങാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിതിപ്പം ഇതിൻ്റെ UI പോക്കറ്റിലിട്ടാണ് കളിക്കുന്നത്. സാധാരണ ക്ലാസിക്കിലാണ് ഇടല്, അതാണ് കളിക്കാൻ സുഖം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്ലാസിക് ഇടുമ്പോൾ ഈ അടിയിൽ ഇൻവെൻട്രി ഇൻവിസിബിളായി പോകണം. അതിനെ കൊണ്ടാണ് ഇപ്പോൾ പോക്കറ്റ് ഇടുന്നത്. അപ്പം സ്കൈ ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു ഐലൻഡിലാണ് സ്പോൺ ആവുക. ആകെ ഒരു ട്രീയും പിന്നെ ഒരു ചെസ്റ്റും അതിലിങ്ങനത്തെ കുറച്ച് ഐറ്റംസും മാത്രമാണ് ഉണ്ടാവുക. ഈ ഐറ്റംസിൽ നിന്ന് വേണം നമ്മളെ വേൾഡ് തുടങ്ങി ഡ്രാഗനെ കില്ല് ചെയ്യാൻ. ഞാൻ രണ്ടര ഡിസ്റ്റൻസ് ഒരു 12 ചങ്കിലാക്കിയാൽ എന്താ ഇവിടെ അടുത്ത് വേറെ ഐലൻഡ്സൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ടൊരു ഐലൻഡ് ഇരിക്കുന്നത് നമുക്ക് നാട്ടിലൊക്കെ പോയി നമ്മളുടെ പുതിയ റിസോഴ്സൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ നേരെ പരിപാടി തുടങ്ങാം. ആദ്യം തന്നെ ഈ വുഡ് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്കൊരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കണം. എന്നാലേ നമുക്കിനി കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് സാപ്ലിങ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യണം. ഒരു സാപ്ലിങ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇനി നമ്മൾ അടുത്ത ഐലൻഡിലേക്കൊക്കെ പോകേണ്ടി വരും. അടുത്ത വേറെ വുഡൊക്കെ വേണമെങ്കിൽ. അപ്പം ഒരു സാപ്ലിങ് കിട്ടിയാൽ നമുക്ക് ഒരു ധൈര്യത്തിൽ പെട്ടിയെടുത്തൊക്കെ അതിനും. അപ്പോൾ ഒരു സാപ്ലിങ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സാപ്ലിങ് ഇവിടെ തന്നെ നട്ട് വെക്കാം ഇപ്പോൾ. എന്നിട്ട് നമുക്ക് നമ്മളെ ആദ്യത്തെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഓക്കെ, അപ്പം ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു വുഡൻ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടെ എന്തുണ്ടാക്കണം, കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കണം. എന്നാലേ നമുക്ക് ഈ ഐലൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇവിടുത്തെ പുല്ലൊക്കെ വെട്ടാം. സീഡ് കിട്ടിയാൽ നമ്മൾ വീറ്റ് ഫാർം ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ മെയിൻ പ്രശ്നം വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നൈറ്റ് ആകുമ്പോൾ സ്കിപ്പ് ചെയ്യാൻ ബെഡില്ല. ബെഡ് വേണമെങ്കിൽ ഷീപ്പ് സ്പോൺ ആവണം. ഇവിടെ ഈ ചെറിയ ഐലൻഡ് ഷീപ്പിലൊന്നും അങ്ങനെ സ്പോൺ ആവാൻ ചാൻസ് ഇല്ല. അപ്പം തന്നെ രാത്രിയായി തുടങ്ങി. നമുക്ക് കിട്ടിയ സീഡും ഫ്ലവർ കീലും വെക്കാം. നമ്മളെ കയ്യിലെ ലാവയും പിന്നെ ഒരു ഐസ് ബ്ലോക്കും ഉണ്ടാവും, ഐസും ഉണ്ടാവും. അപ്പം നമ്മൾ പ്രത്യേക ആംഗിളിൽ ഇവിടെ ഒരു കുയ്യ് വെട്ടിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള ലാവ ഒബ്സീഡിയനായി പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ഇവിടെയും കൂടി ഒരു ഇതൊക്കെ. എന്നിട്ട് നമ്മൾ ഐസ് ഇവിടെ വെച്ചിട്ട് പൊട്ടിച്ചളയാം. ഓക്കെ, അപ്പോൾ അതൊരു വാട്ടർ സോഴ്സ് ആവും. ഈ ബ്ലോക്ക് കളക്ട് ചെയ്യുക. ഈ സ്കൈ ബ്ലോക്കിന്ന് വെച്ചാൽ ഓരോ ബ്ലോക്കിനും ഡയമണ്ടിനെയും കാട്ടി വില. എന്നിട്ട് ഈ ലാവ ബക്കറ്റ് ഇടുക. ഞാനിത് ഉണ്ടാക്കിയ രീതി ശരിയാണെങ്കിൽ കോബിൾ സ്റ്റോൺ ജനറേറ്റ് ആവും, അല്ലെങ്കിൽ നമ്മളെ ലാവ ഒബ്സീഡിയൻ ആവും. ഓക്കെ, അപ്പോൾ കോബിൾ സ്റ്റോൺ ജനറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കുക. അത് ഫുള്ള് ലാവയിലേക്ക് തന്നെ പോയി. അയ്യോ, തീപിടുത്തം. പിന്നെ നമ്മൾ മൈൻ ചെയ്യാൻ ചെറിയൊരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യണം. വോയിഡിലേക്ക് വീകാനും പാടില്ല. ഇതെണ്ണ മതി. ഇനി ഇതിനുള്ളിൽ ഇറങ്ങിയിട്ടായിരിക്കും നമ്മളിനി കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യാൻ പോകുന്നത്. നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ഇവിടുന്ന് പൊട്ടിച്ചിട്ട് ഇവിടെ വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ബക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാം. പിക്കാക്സ് മാത്രം കയ്യിൽ വെച്ചാൽ മതി. പിന്നെ നമുക്കൊരു ബുക്കും കിട്ടുന്നുണ്ട്. അത് വെച്ചാൽ സ്കൈ ബ്ലോക്കിനെ കുറിച്ച് പറയുന്നതാണ്. ഇനി ഞാൻ ഇവിടെ കുത്തിരുന്ന് കുറച്ച് നേരം കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ പ്ലാറ്റ്ഫോം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 3 ഇതായിട്ടുണ്ട്. അതിനെക്കൊണ്ട് നമുക്കൊരു
സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാവുക. അതാകുമ്പോൾ കുറച്ചും കൂടി സ്പീഡായിരിക്കും. വുഡൻ പിക്കാക്സ് നമുക്ക് ചെസ്റ്റിൽ വെക്കാം. നമ്മളിവിടെ എന്ത് ബ്ലോക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് സൂക്ഷിച്ച് ഉപയോഗിക്കണം. പിന്നെ നമുക്ക് ഇവിടെ നെതറിലേക്ക് പോകാനുള്ള ഒബ്സിഡിയൻ ഒക്കെ തന്നിട്ടുണ്ട്. ഇപ്പം നെതറിൽ പോകാനുള്ളൊരു ഇതൊന്നും ആയില്ല. ഓക്കെ, 38 കോബിൾ സ്റ്റോൺ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഇതെല്ലാം സ്ലാബ് ആക്കണം. കോബിൾ സ്റ്റോൺ സ്ലാബ് ആക്കണം. അപ്പോൾ നമുക്ക് ഒരു സ്റ്റാക്കും 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ പ്ലാറ്റ്ഫോം എക്സ്റ്റെൻഡ് ചെയ്യണം. അതെങ്ങനെ വെച്ചാൽ നമ്മൾ സ്ലാബ് വെക്കുമ്പോൾ ഒരിക്കലും മുകളിലത്തെ സ്ലാബ് വെക്കരുത്, അടിയിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. കാരണം മുകളിലത്തെ വെക്കുമ്പോൾ മോബ്സ് സ്പോൺ ആവും. അപ്പം അടിയിലത്തത് വെക്കുന്നതായിരിക്കും സേഫ്. കാരണം ഇപ്പോൾ ടോർച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മുകളിലത്തെ സ്ലാബ് വെച്ചാൽ അതിന് മുകളിൽ സോംബി, സ്കെൽട്ടൻ, ക്രീപ്പറൊക്കെ സ്പോൺ ആകുന്നതാണ്. നമ്മളത് അടിയിലത്തെ സ്ലാബ് വെച്ചിട്ട് നമ്മളെ ഐലൻഡ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐലൻഡ് നമ്മൾ ഇത്രയും എക്സ്റ്റെൻഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളെ സാപ്ലിങ് ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് സെൻറ്ററിലേക്ക് നടാം. അപ്പോൾ ഒരു ഡർട്ട് പീസ് എടുത്തിട്ട് ഇവിടെ ഒരു കോബിൾ സ്റ്റോൺ പൊട്ടിക്കാം. ഡർട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് നമ്മളെ കയ്യിലുള്ള സാപ്ലിങ് ഇവിടെ നടാം. ഇനി വളരണം. നമ്മളെ കയ്യിൽ ഒരു സീഡ് കിട്ടിയിരുന്നു. അത് നമുക്ക് നമ്മളെ ഈ വെള്ളത്തിൻ്റെ അടുത്തൊരു ഫാം ലാൻഡ് സെറ്റ് ചെയ്തിട്ട് അവിടെ നട്ടേക്കാം. അപ്പോൾ ഇനി നമുക്ക് ആ ഹോൾ കൊണ്ട് ഇവിടെ ടിൽറ്റ് ചെയ്തിട്ട് നമ്മളെ സീഡ് ഇവിടെ നട്ടേക്കാം. ഇനി അത് വളർന്നോളൂ. അപ്പോൾ നമുക്ക് ഫുഡിനുള്ള ആയിട്ടുണ്ട്. ഞാനിവിടെ കുറേ നേരം ഇരുന്ന് ഇനിയും സ്റ്റോൺ മൈൻ ചെയ്യാം. ഇപ്പോൾ 1.5 സ്റ്റാക്ക് വുഡുണ്ട്, അല്ല കോബിൾ സ്റ്റോൺ ഉണ്ട്. അപ്പോൾ നമുക്ക് കോബിൾ സ്റ്റോൺ സ്ലാബ് ആയിട്ടുണ്ട്. അപ്പം ഇതും കൂടി വെച്ച് നമ്മളെ പ്ലാറ്റ്ഫോം ഒന്നും കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളുടെ പ്ലാറ്റ്ഫോം അല്ല ഐലൻഡ് ഇത്ര എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഐലൻഡ് നല്ല വലുതായി. അപ്പം ഇനി മരം വളരാനുണ്ട്. നമുക്കിനി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇത്ര കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇനി അടുത്ത എപ്പിസോഡിൽ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് അടുത്തുള്ള ഐലൻഡിലൊക്കെ ഒന്ന് പോയി വെക്കണം. അപ്പോൾ അതിൽ സ്വാബ് ഉണ്ടെങ്കിൽ അതിൽ ഒരു വെള്ളം ഉണ്ടാവും. അപ്പം അതിലുള്ള വെള്ളവും പിന്നെ നമ്മളെ കയ്യിൽ ഈ വെള്ളവും കൂടിയും സെറ്റാക്കി നമുക്കൊരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ആവും. എന്നിട്ട് നമുക്കൊരു മോബ് ഫാർം ഉണ്ടാക്കണം. നമ്മൾ സ്കൈ ബ്ലോക്കിൽ മോബ് ഫാർം നല്ല എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ വർക്കാവും. കാരണം അടുത്ത് വേറെ ഈ ചെറിയ ഐലൻഡ് അല്ലാണ്ട് വേറെ പ്ലാറ്റ്ഫോമൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ വർക്കാവും. അപ്പം അങ്ങനെ നമുക്ക് സോംബീസ് മെയിനായിട്ട് ഡ്രോപ്പ് ചെയ്യുന്ന സാധനങ്ങൾ എന്തെന്ന് വെച്ചാൽ പൊട്ടാറ്റോ, ക്യാരറ്റ്, അയൺ ഇതൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് മൂന്ന് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് മോബ് ഫാർം ഉണ്ടാക്കുന്നത് ഇപ്പോൾ. അപ്പം ഇന്ന് ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയുള്ളൂ, കാരണം എനിക്ക് അധികം സമയമൊന്നും കിട്ടിയില്ല. ഈ മോഡൊക്കെ സ്കൈ ബ്ലോക്കിൻ്റെ മാപ്പൊക്കെ ഒപ്പിച്ച് സെറ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുത്ത്, പിന്നെ അതിൻ്റെ അടുക്കാണ് മറ്റേ UIൻ്റെ പ്രശ്നം വന്നത്. അതൊക്കെ മാറ്റാൻ കുറച്ച് സമയമെടുത്ത്. അടുത്ത എപ്പിസോഡിൽ നമുക്കിനി കുറേ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സ്കൈ ബ്ലോക്കിൻ്റെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റ, ബൈ ബൈ.